നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ MAPC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ 2 ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ആണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, സെക്കൻഡ് വൺ സമ്മറൈസേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളാണ് ഇതൊക്കെ: ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഗ്രാഫിക്കൽ പ്രസന്റേഷൻ, ഡയഗ്രമാറ്റിക്കൽ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ സമ്മറൈസേഷൻ ഓഫ് ഡാറ്റയെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ 3 കാറ്റഗറീസ് ആണ് മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ റേഞ്ച്, ആവറേജ് ഡീവിയേഷൻ, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത്രയാണ് എന്ത്, ജസ്റ്റ് ഒരു അവയർനെസ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനെ 2 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയും സമ്മറൈസേഷൻ ഓഫ് ഡാറ്റയും. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് ഇതൊക്കെ: ക്ലാസിഫിക്കേഷന്, ടാബുലേഷൻ, ഗ്രാഫിക്കൽ പ്രസന്റേഷൻ, ഡയഗ്രമാറ്റിക്കൽ പ്രസന്റേഷൻ. സമ്മറൈസേഷൻ ഓഫ് ഡാറ്റയിലാണ് എന്തുള്ളത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ 3 ആണ് എന്ത്, മീനും, മീഡിയനും, മോഡും. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലുള്ളത് റേഞ്ച്, ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ മീനാണ്. ആ പേര് തന്നെ ഉണ്ട്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പം സെൻട്രലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ടെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ എന്ത് ചെയ്യും, പല മാർക്കുകളാണ് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പം നമ്മുടെ ക്ലാസ്സിന്റെ ആവറേജ് എത്രയാണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ഒരാൾക്ക് എന്ത് മനസ്സിലാവും, നമ്മുടെ ക്ലാസ്സിലുള്ള കൂടുതൽ കുട്ടികളും ഈ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഒരു ആവറേജ്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുക നിങ്ങളുടെ ക്ലാസ്സിന്റെ മീൻ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 50 എന്ന് പറഞ്ഞു. അപ്പൊ ഓൾമോസ്റ്റ് ഒരുവിധം കുട്ടികളുടെ ഒക്കെ മാർക്ക് എന്തായിരിക്കും, ആ 50യോട് എന്ത് ചെയ്യും, അടുത്താണ് ഇരിക്കുക. അതാണ് എന്ത് പറയുന്നത്, മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് റോ ഡാറ്റ തരികയാണ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാരുടെ മാർക്കുകൾ തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നത്. ഇപ്പൊ ഞാൻ എക്സാമ്പിളിന് ഇവിടെ കുറച്ച് നമ്പർ എടുത്തിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 5 സ്റ്റുഡൻസിന്റെ മാർക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവരുടെ മീനാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ ഒരു പ്രയാസമില്ല, ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം ബൈ നമ്പർ. അതാണ് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്നാൽ ഈ ഡാറ്റാസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇത് എത്ര എണ്ണം ഉണ്ട് നോക്കുക, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്കൂ, ഇതെല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ 280 കിട്ടി. ബൈ എൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പം 280നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 56. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരുടെയും മാർക്ക് എന്താണ്, ആ 56ന് അടുത്തേക്ക് എന്ത് ചെയ്യും, ഏകദേശം 56, 54, 55, 57 ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക എന്നാണ് മീൻ എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഏകദേശം ആ ഒരു നമ്പർ, സെൻട്രൽ വാല്യൂ അതാണ്. അതിന്റെ ഏകദേശം ചുറ്റുപാടായിട്ട് എന്ത് വരും, ബാക്കിയുള്ള കുട്ടികളുടെ ഒക്കെ എന്ത് വരും, മാർക്കുകൾ വരും. പിന്നെ എബോ ആവറേജിലെ കുട്ടികളുടെ മാർക്ക് കൂടും, ബിലോ ആവറേജിലെ കുട്ടികളുടെ മാർക്ക് കുറയുകയും ചെയ്യും. ഓൾമോസ്റ്റ് ആവറേജ് സ്റ്റുഡൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം അതാണ് മീൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് റോ ഡാറ്റ ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് ഇന്റർവെല്ലാണ് തരുന്നത് വിചാരിക്കാം. ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു 100 കുട്ടികളുടെയും മാർക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലാസ് ഇന്റർവെൽ ആക്കി മാറ്റും. ഇങ്ങനെ ക്ലാസ് ഇന്റർവെൽ, അതും ഞാൻ ചെറിയൊരു പ്രോബ്ലം എടുത്തിട്ടുള്ളത്. ചെറിയ ക്ലാസ് ഇന്റർവെൽ ആകെ 4 ക്ലാസ് ഇന്റർവെലേ എടുത്തിട്ടുള്ളൂ. അതേമാതിരി ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0ന്റെയും 4ന്റെയും നടുവിലുള്ള വാല്യൂ എത്രയാ, 2 ആയിരിക്കും. ഇനി അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് അപ്പർ ലിമിറ്റ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പൊ ഇവിടെ 4, ഇത് പിന്നെ എളുപ്പമാണ്. 0ന്റെയും 4ന്റെയും നടുവിലുള്ള നമ്പർ ഏതാന്ന് വെച്ചാൽ 2 ആണല്ലോ. ഇനി 4ന്റെയും 8ന്റെയും നടുവിലുള്ള നമ്പർ 6, 8ന്റെയും 12ന്റെയും 10, 12ന്റെയും 16ന്റെയും 14. ഇപ്പൊ സെൻട്രൽ വാല്യൂ കിട്ടി, അതായത് മിഡ് വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എഫും എക്സും കൂടി ഇൻഡ് ചെയ്യാം. 1 into 2,
4 into 6 24, 3 into 10 30, 2 into 14 28. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം 84. ഇനി നോക്കൂ, നമ്മുടെ ഇക്വേഷൻ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഇവിടെ എന്താണ്, എല്ലാ എക്സുകളും ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, സിഗ്മ എഫ് എക്സ് ഫ്രീക്വൻസി എന്നുള്ള സംഭവം ഉണ്ട് നമുക്ക്. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫ്രീക്വൻസിയും മിഡ് വാല്യൂ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്ത് വെച്ച് അതിന് സമ്മും ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. സിഗ്മ എഫ് എക്സ് ബൈ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് 84 ആണ്, ബൈ എൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 84 by 10 8.4. അപ്പൊ ആ വാല്യൂവിന്റെ എന്താണ്, ആ വാല്യൂ 8.4 എന്നുള്ള വാല്യൂവിന്റെ എന്താണ് ചുറ്റുഭാഗം ആയിരിക്കും, അല്ലെങ്കിൽ ആ 8.4ന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടായിരിക്കും എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂസ് ഒക്കെ വരിക. ചിലപ്പോൾ 8.4 വരും. അതാണ് എന്ത് മീൻ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി 3 തന്നെയാണ്. മീൻ ആണെങ്കിലും മീഡിയൻ ആണെങ്കിലും മോഡ് ആണെങ്കിലും എന്ത് തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. അപ്പൊ മീൻ എന്ന് പറയുന്നത് എന്താണ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു എന്താണ് കാറ്റഗറിയിൽ വരുന്ന ഒരാളാണിത് മീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മീൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂവിന്റെ അടുത്തൊക്കെ ആയിട്ടാണ് എന്ത് വരിക, ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളുടെയും മാർക്കുകൾ വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്.